ഫൈസൽ കോട്ടക്കൽ. ഞാൻ യൂനുസ് ഭായ് ഉണ്ട്. ഹായ്. ഹായ്. ഇത് കുറച്ച് സംഭവം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് സംഗതി പറയാനാണ് ഇദ്ദേഹം എന്നെ വിളിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവം ചെയ്തിട്ട് സക്സസ് ആയ ഒരു സംഭവം അറിയിക്കാനാണ് വിളിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഓരോ വീട്ടിലും ഈ വീഡിയോ കാണുന്ന ആളുകളുടെ വീട്ടിൽ ഒരാൾക്കെങ്കിലും എന്തുണ്ടാവും? ഷുഗർ ഉണ്ടാവും. ഷുഗർ വന്നു കഴിഞ്ഞാൽ ബാക്കി രോഗങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വളരെ നാച്ചുറലായിട്ട് നമുക്ക് പിന്നെ ഷുഗർ എങ്ങനെ ഒഴിവാക്കാം എന്നതിന് റിവേഴ്സ് ചെയ്യാം, ഷുഗർ എങ്ങനെ കുറക്കാം. അല്ലെങ്കിൽ ഷുഗർ ഉള്ള ഒരാളായിരുന്നു യൂനുസ് ഭായ് കോട്ടക്കൽ, എന്റെ നാട്ടുകാരൻ ഇന്ദിനൂരല്ലേ, ചൂനൂരാണ്. അപ്പൊ ഇദ്ദേഹത്തിന് പിന്നെ ഷുഗർ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് സംഗതിയുടെ റിസർച്ചിന്റെ ഫലമായിട്ട് ഒന്നുമില്ല കേട്ടോ, മരുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല, ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങളും ഭക്ഷണത്തിൽ കുറച്ച് മാറ്റങ്ങളും വരും. സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റിയ സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത് ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഷുഗർ ഇല്ലെങ്കിലും എന്തൊക്കെ കുറച്ച് ഗുണങ്ങളുണ്ട്, ഉറക്കം കിട്ടും, അതേപോലെ തന്നെ ആരോഗ്യത്തിന് ഫാറ്റി ലിവർ, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് പിന്നെ കുറക്കാനും ഇല്ലാതാക്കാനും ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും തട്ടി മാറ്റരുത്, അവസാനം വരെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇത് ഉപകരിക്കും. പറ്റുമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഫാമിലി ഗ്രൂപ്പുകളിലേക്കും മറ്റുള്ള ആളുകൾക്കും ഇൻഫർമേഷൻ കൊടുക്കുക. എനിക്ക് തന്നെ തോന്നുന്നത് ഇതിപ്പോ എന്റെ കയ്യിലുള്ള സാധനത്തെ മില്ലറ്റുകൾ അല്ലേ, ഇത് മില്ലറ്റുകളാണ്, ധാന്യങ്ങൾ, ചെറുധാന്യങ്ങൾ. മലയാളത്തില് സിമ്പിൾ ആയിട്ട് ഈ സാധനങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞെടുത്തേ. ഇത് സിമ്പിൾ ആയിട്ട് എന്ന് പറഞ്ഞാല് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് പേൾ മില്ലറ്റ് എന്നാണ്. പേൾ മില്ലറ്റ് അതുപോലെ നമ്മളിവിടെ പച്ചച്ചോളം എന്നൊക്കെ പറയും, പച്ചച്ചോളം, കമ്പ് എന്നൊക്കെ പറയും. ആളുകൾക്ക് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പച്ചച്ചോളം എന്ന് പറയും. പക്ഷെ ഇത് ഇന്ന് സത്യത്തിൽ ഈ വീഡിയോസ് ഇപ്പോൾ ചെയ്യുമ്പോഴും ഇതിനെ കുറിച്ച് പറയുമ്പോഴും ജനങ്ങൾ എന്താ പറയുന്ന അറിയോ, ഇതൊക്കെ പക്ഷികൾക്ക് കൊടുക്കുന്ന ഭക്ഷണമല്ലേ. സംഭവം ശരിയാണ്. ഇന്ന് പണ്ടുള്ള കാലത്ത് ഒരു 40 വർഷം മുന്നേ നമ്മളെ ഇവിടെയുള്ള ആളുകളെല്ലാം ഉപയോഗിച്ചിരുന്ന ഒരു ഭക്ഷണ രീതിയാണിത്. നമുക്കൊന്നും ഓർമ്മയില്ല, ഇവിടെ ഈ ജനറേഷനിൽ സംഭവം ഇല്ല, അറിയില്ല. പക്ഷേ ഈ സാധനങ്ങൾ ഇവിടെ കിട്ടും, അവൈലബിൾ ആയിട്ടുണ്ടാവും. ഇതെന്താ അറിയോ, ഞങ്ങൾ വിളിക്കാൻ കാരണം ഇന്ന് ജനങ്ങൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഷുഗർ എന്ന രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മരിക്കുന്നത് വരെ ഗുളിക കുടിച്ചോണ്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു, 100% തെറ്റിദ്ധാരണയാണത്. ഷുഗർ എന്ന രോഗം ഒരു തീർച്ചയായിട്ടും സിമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. മരുന്ന് വേണ്ട എന്ന് പറയുമ്പോ ഞാൻ ഫസ്റ്റ് ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം. എന്തൊക്കെ സാധനം? ഒന്ന് ഞാൻ പറഞ്ഞത് പേൾ മില്ലറ്റ്, പിന്നെ 2 ഇത് തിന ഫോക്സ്റ്റെയിൽ മില്ലറ്റ്, പിന്നെ 3 ഇത് ചാമ. 4 ഈ സാധനങ്ങള് ഇത് നമ്മള് സാധാരണ എല്ലാവർക്കും അറിയുന്ന രാഗി അഥവാ ഫിംഗർ മില്ലറ്റ്. ഈ 4 എന്താ പറയാ ഭക്ഷ്യവസ്തുക്കൾ മാത്രം മതി. അതായത് പിന്നെ ധാന്യങ്ങൾ, ചെറുധാന്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ അസുഖം മാറിയത്. ഓക്കെ, പറഞ്ഞോളൂ, എങ്ങനെയാണ് ഇത് സംഭവം? ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഇത് എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ അവിടെ സ്കൂൾ ബസ് വെച്ചോട്ടെ, പറഞ്ഞോളൂ. ഞാൻ അവിടെ സത്യത്തിൽ ഞാൻ സ്കൂൾ ബസ്സിൽ ഡ്രൈവറായിരുന്നു. സ്കൂൾ ബസ്സിൽ ഡ്രൈവർ ആകുമ്പോ അതുപോലെ ടൂറിസ്റ്റും സ്കൂൾ ബസ്സും ഒക്കെ അവിടെ ഡ്രൈവർ ആയിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങൾക്ക് ഞാൻ അബുദാബി STS ജെംസ് എഡ്യൂക്കേഷന്റെ ഇതിലാണ് വർക്ക് ചെയ്യുന്നത് ഡ്രൈവറായിട്ട്. അപ്പൊ അവിടെ ഞങ്ങൾക്ക് മെഡിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ വർഷത്തിലും മെഡിക്കൽ ഉണ്ട്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഡിക്കലാണ്. അപ്പോ എല്ലാ വർഷവും നമ്മൾ മെഡിക്കൽ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ എക്സസൈസും ഇല്ല, കാര്യങ്ങളും ഇല്ല, അതുപോലെ തന്നെ ഫുഡിൽ കൺട്രോൾ ചെയ്യാതെ ഇങ്ങനെ ജീവിച്ചു പോകണല്ലോ. അപ്പൊ ഒരു സമയത്ത് നമ്മൾ റിപ്പോർട്ട് വന്നപ്പോ എന്റെ റിപ്പോർട്ട് വന്നില്ല. അപ്പോ അവരിങ്ങനെ ഡോക്ടറെ വിളിച്ചു. അപ്പൊ ഇങ്ങനെ ഷുഗർ ചെറുതായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. സിംറ്റം എന്തായിരുന്നു, എന്ത് ലക്ഷണമാണ് നിങ്ങൾക്ക് തോന്നിയത്? എനിക്ക് വേറെ വിഷയം ഉണ്ടായിരുന്നു, കണ്ണിന് ചെറുതായിട്ട് പ്രശ്നം വന്നിരുന്നു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല എന്ത് ഷുഗർ കൊണ്ടാണെന്ന്. കാരണം നമ്മൾ അങ്ങനെ എപ്പോഴും പോയി ചെക്ക് ചെയ്യില്ല. ഈ കമ്പനിന്റെ ഈ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റിന്റെ ആവശ്യത്തിന് വേണ്ടി സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് എല്ലാ വർഷവും ഭയങ്കര ചെക്കിംഗ് ആണ്. അപ്പോ അങ്ങനെ ഞാൻ ചെക്ക് ചെയ്തത്. അപ്പൊ ഞാൻ ചെക്ക് ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു ഷുഗർ ഇങ്ങനെ ബോർഡറിൽ എത്തിയിട്ടുണ്ട്, ഏകദേശം മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, രക്ഷയില്ല എന്ന് പറഞ്ഞു. അപ്പൊ സത്യം ഗൾഫിൽ നിന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം അപ്പൊ തന്നെ 42. അപ്പൊ നമ്മള് സാധാരണ നമ്മളൊരു മൈൻഡിലേക്ക് ഷുഗർ വന്നു എന്ന് പറഞ്ഞാല് നമ്മളെ ധാരണ എന്താ, ഒന്നൊരു ടെൻഷനായി പോയി, അങ്ങനെ വന്നുപോയി. എല്ലാവരും ധാരണ അതാണല്ലോ, ഷുഗർ വന്നാൽ പിന്നെ മാറൂല എന്നുള്ള ധാരണ. അങ്ങനെ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഗവൺമെന്റ് ഡോക്ടറിനോട് പറഞ്ഞു, നിങ്ങൾ പ്രൈവറ്റിലോ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ ഷുഗറിന് ഗുളിക കഴിക്കുന്നുണ്ട് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി സ്കൂൾ ബസ് ഓടിക്കാനുള്ള പാസ് കിട്ടുള്ളൂ, ബാധിക്കും. അപ്പൊ ഭയങ്കരതായി പോയി. അങ്ങനെ ഞാൻ ഒരു ഡോക്ടറെ അടുത്ത് പോയി, അദ്ദേഹം വിശ്വസിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഗുളിക കഴിച്ചേ പറ്റൂ. വേറെ ഡോക്ടർ എടുത്തു. അങ്ങനെ 4 ഡോക്ടർ അടുത്ത് ഞാൻ ചുരുങ്ങിയത് പോയി. അങ്ങനെയാണ് ഈ ഷുഗർ വരാനുള്ള കാരണം എന്താണ്? ഒന്ന് ഡയറക്റ്റ് ഉള്ള ഷുഗർ,
ഉപയോഗം, ബേക്കറി, അലുവ, കേക്ക്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഓക്കെ. അപ്പോ അതുപോലെ തന്നെ ഓവറായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡുകൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു കേരളക്കാരനെ സംബന്ധിച്ചിടത്തോളം 3 നേരം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. ചോറ്, പിന്നെന്തൊക്കെ, ചപ്പാത്തി. ചപ്പാത്തിനെ പറയുമ്പോ പല ആളുകളും പറയും, ഐ ചപ്പാത്തി ഡോക്ടർമാർ കഴിക്കാൻ പറയുന്നുണ്ടല്ലോ. ചപ്പാത്തി കഴിക്കാൻ പറയുന്നത് 1 or 2 ചപ്പാത്തി കഴിച്ച് നിർത്തുന്ന ഉദ്ദേശിച്ചിട്ടാണ്. ഓവറായി കഴിഞ്ഞാല് പിന്നെ ഇതും വീട്ടും കാർബോഹൈഡ്രേറ്റ് കൂടുതൽ, രണ്ടും കണ്ടന്റ് ഒന്നാ. ഓക്കെ. പിന്നെ അപ്പൊ പുട്ട്, അതുപോലെ ദോശ 3 നേരം കഴിക്കുന്നു. കാർബോഹൈഡ്രേറ്റ്. എന്താ ദോഷം സംഭവിക്കുന്നത്? അപ്പൊ എന്താന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞോടെ ഞാൻ ചോദിച്ചു. കാർബോഹൈഡ്രേറ്റ് അത് ഞാൻ പറഞ്ഞില്ല. നമ്മളെ ഒരു മനുഷ്യന് കാർബോഹൈഡ്രേറ്റ് അത്യാവശ്യമാണ്. എഴുന്നേറ്റ് നടക്കണമെങ്കിൽ പോലും കാർബോഹൈഡ്രേറ്റ് അത്യാവശ്യമാണ്. അഥവാ എനർജി തരാന്, അഥവാ മലയാളത്തിൽ പറഞ്ഞ അന്നജ അടങ്ങിയ ഫുഡ്, അത് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോ ഇത് നമ്മൾ എന്ത് ചെയ്യും, ഈ കാർബോഹൈഡ്രേറ്റ് ഒക്കെ പാടെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ നമ്മളത് എനർജി ആക്കിയിട്ട് കത്തിച്ച് കളയുന്നില്ല. അപ്പൊ നമ്മളെ ശരീരം സ്വയം എന്ത് ചെയ്യും, ആദ്യം കാണിക്കാൻ നമുക്ക് വെല്ലി ഫാറ്റ് ആണ്, അഥവാ ഇവിടെ അങ്ങനെ വരും. അപ്പോ ഇത് പിന്നെ ഇത് ഫാറ്റി ലിവർ, പിന്നെ ഈ ഗ്ലൂക്കോസ് ആക്കിയിട്ട് മാറും. നമുക്ക് ഈ ഷുഗർ വരുന്നത് എങ്ങനെയാ വെച്ചാല് നമ്മളെ ഇൻസുലിൻ, നമ്മളെ പാൻക്രിയാസ് എന്ന് പറയുന്ന സാധനം ഉത്പാദിപ്പിക്കുമ്പോഴാണല്ലോ ഇൻസുലിൻ ഉണ്ടാകുന്നത്, ഉത്പാദിപ്പിക്കും. അപ്പൊ ഇതിലൊക്കെ ഫാറ്റ് അടിഞ്ഞിട്ട് ബ്ലഡിന്റെ സർക്കുലേഷൻ അതിലേക്ക് ചെല്ലൂല, അത് പ്രവർത്തനം നിർത്തും. ഓക്കെ. എന്നിട്ട് അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഷുഗർ വരുന്നത്. വ്യായാമം കുറവുണ്ട് ഒക്കെ കൂടായിട്ട് ഷുഗർ വരുന്നു, ഭക്ഷണമാണ് മെയിൻ റീസൺ എന്ന് പറയുന്നു. എന്നിട്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡ് എങ്ങനെ കഴിക്കാൻ പറ്റും, അതുപോലെ തന്നെ ഫൈബർ, കാൽസ്യം, പ്രോട്ടീൻ, ഇത് നമുക്ക് അത്യാവശ്യമാണല്ലോ. അങ്ങനെ ഞാൻ നെറ്റിലും കാര്യങ്ങളിലൊക്കെ നോക്കിയപ്പോ ഈ മില്ലറ്റിനെ കുറിച്ച് കാണാൻ സാധിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഗുളിക സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഈ ഗുളിക കുടിച്ചിട്ടില്ല, ഗുളിക കുടിച്ചിട്ടില്ല. ഗുളിക ഞാൻ ഷുഗറിന് ഗുളിക. അതല്ല, ഇത് സാധാരണ ഈ ഷുഗർ കുറക്കണം എന്ന് പറഞ്ഞ ഒരുപാട് പരസ്യങ്ങൾ വേറെ ഒരു സപ്ലിമെന്റ് ഫുഡ് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ യൂസ് ചെയ്തു. കമ്പനിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഇല്ല. പക്ഷെ അതൊക്കെ സംഭവം എന്താ വെച്ചാൽ അത് കഴിക്കുമ്പോ ചെറിയൊരു മാറ്റം, അത് നിർത്തി കഴിഞ്ഞാൽ ഡബിൾ വരും. അപ്പൊ അത് ഗുളികന്റെ അതേമാതിരി ഇന്ന് ഇതിലേക്ക് വരും. എന്നിട്ട് അങ്ങനെ ഈ സാധനങ്ങൾ മനസ്സിലാക്കി, റിസർച്ചിൽ പ്രധാനമന്ത്രി കഴിഞ്ഞ വർഷം ഇന്റർനാഷണൽ മില്ലറ്റ് ഡേ നടന്നിരുന്നു. എന്റെ സ്കൂളിലൊക്കെ ആചരിച്ചിരുന്നു. ഞങ്ങള് കുട്ടികളെ കൊണ്ട് ഒരുപാട് മില്ലറ്റുകൾ കൊടുന്നു, അതിന്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു അന്നും. പക്ഷെ നിങ്ങൾ പറഞ്ഞ സീരിയസ്നെസ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നില്ല. നിങ്ങളെപ്പോലുള്ള ഒരാള് അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയത് കൊണ്ട് ഷുഗർ കുറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ എക്സ്പീരിയൻസ് പറഞ്ഞോളൂ. എന്നിട്ട് അപ്പൊ റിസർച്ച് ചെയ്തു, എന്ത് ചെയ്യുന്നു ഇപ്പൊ? ഈ ഫുഡ് മാത്രമാണ് എങ്ങനെയാണ് ഫുഡ് നിങ്ങൾ അരി കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കുന്നുണ്ടോ അത് എല്ലാം ഈ മില്ലറ്റുകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ചെറുധാന്യങ്ങൾ കൊണ്ട് ബിരിയാണി ആവട്ടെ, നെയ്ച്ചോറാവട്ടെ, ഉപ്പുമാവട്ടെ, ദോശ ആവട്ടെ, പുട്ടാവട്ടെ, എല്ലാ സാധനങ്ങളും ഇതായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് ഒരു 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് മാത്രം. പക്ഷെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇറച്ചി മീനിന്റെ കാര്യം എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഇതുണ്ടാവും. പ്രത്യേകിച്ച് നമുക്കത് ഉണ്ടാവും. ഇറച്ചി മീനും എല്ലാം കഴിക്കാറുണ്ട്. എല്ലാം ഇന്ന് വരെ ബീഫ് ഫ്രൈ കഴിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഉച്ചക്ക്. ഒരു പ്രശ്നമില്ല. അപ്പൊ ഇത് കഴിച്ചു. അങ്ങനെ ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോയി. ചെക്ക് ചെയ്യാൻ പോയപ്പോഴാണ് 2 മാസം കഴിച്ചു. 2 മാസം 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെറുധാന്യങ്ങൾ കഴിച്ചു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു. അതില് ഫസ്റ്റ് റിസൾട്ട് എങ്ങനെ വന്നത്? നോർമലായി. അപ്പൊ ആദ്യം എത്ര ഷുഗർ കാണിച്ചിരുന്നു? ആദ്യം എനിക്ക് 240. ആ റിപ്പോർട്ട് ഞാൻ അവിടെ ഗൾഫിലാണ് ഉള്ളത്, അത് ഞാൻ കൊടുത്തിട്ടില്ല. വേണ്ട, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പിന്നെ 240. ഇപ്പത്തെ റിസൾട്ട് ഞാൻ കാണിക്കുന്നുണ്ട്, ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. ഇപ്പത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാല് ഞാൻ ഭക്ഷണം കഴിക്കാതെ അഥവാ ഫാസ്റ്റിങ്ങില് 95 ആണ് ഷുഗർ കാണിച്ചത്. പിന്നെ ഭക്ഷണം കഴിച്ച് എന്നോട് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് ചെക്ക് ചെയ്തപ്പോ 100 100 കഴിച്ചത്. അപ്പൊ ഇത് കഴിച്ചതിന്റെ എനിക്കുള്ള ഉപകാരം, പ്രത്യേകിച്ചുള്ള ഗണങ്ങൾ എന്താ വെച്ചാൽ ഇപ്പൊ എന്റെ നാട്ടുകാർക്കൊക്കെ അറിയാം, ഞാൻ നല്ല അത്യാവശ്യം വയറും നല്ല തടി ഉണ്ടായിരുന്ന ആളാണ്. ഇവിടെ ആളുകൾ ജിമ്മിൽ പോകുന്നുണ്ട്, എല്ലാം ചെയ്ത് ഇതൊക്കെ ആവശ്യമായിട്ടാ. ജിമ്മ്, എക്സസൈസ് കാര്യങ്ങള്, കാര്യപരമായിട്ടുള്ള എക്സസൈസ് കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ എക്സസൈസ് ചെയ്തിട്ടില്ല. ഞാൻ ഈ ഫുഡാണ് കഴിക്കുന്നത്. അപ്പൊ പിന്നെ ചായ, മധുരമില്ല, ആ പരിപാടി ഇല്ല. മധുരത്തിന്റെ പരിപാടി മധുരം ഞാനെല്ലാം കഴിച്ചു. ഞാൻ അതിന്റെ സംശയം ഇനിയിപ്പോ ആളുകൾക്ക് ഉണ്ടാവും, മധുരം കഴിക്കാൻ പറ്റുമോ ഇതിന്റെ കൂടെ എന്നുള്ളത്. മധുരം ഫ്രൂട്ട് നിങ്ങൾ ഏത് മധുരം കഴിച്ചോളി, ഫ്രൂട്ട്സ് കഴിച്ചോളി. ചില ആളുകൾ പറയും ഷുഗർ ഉള്ളവർക്ക് ഫ്രൂട്ട് കഴിക്കാൻ പറ്റില്ല എന്ന്. അത് എന്താണെന്നറിയോ, ഈ ഫ്രൂട്ടിൽ ഷുഗർ മാത്രമല്ല, നന്നായി നാരുകൾ അഥവാ ഫൈബർ ഉണ്ട്. അത് നമുക്ക് ദഹന പ്രക്രിയ കൂട്ടാൻ വേണ്ടി നന്നാവും.
അപ്പൊ ചുരുക്കി പറഞ്ഞ മധുരം എന്ന് പറഞ്ഞാൽ ഞാനൊന്നും പഞ്ചസാര ഉപയോഗിക്കില്ല, കാരണം ഷുഗർ കൊണ്ടല്ല. പക്ഷെ എനിക്ക് പഞ്ചസാര പൊതുവെ ഞാൻ ചായയിലൊക്കെ ഇപ്പൊ എന്റെ ഒപ്പം കളിക്കുന്ന ആളുകളൊക്കെ ഞാൻ എന്താക്കി ലോ ഷുഗർ ചായ ആക്കി. അതോടുകൂടി എല്ലാവർക്കും പിന്നെ അത് യൂസ്ഡ് ആയി. പക്ഷേ നിങ്ങൾക്ക് പ്രത്യേക ഒരു സുഖം കിട്ടുന്നില്ലേ? 100% ഉണ്ട്. ഷുഗർ ഒഴിവാക്കി ഞാൻ പറഞ്ഞിട്ട് കണ്ടമാനം ഞാൻ മധുരമില്ലാത്ത ചായ എന്ന് പറയുമ്പോൾ ആളുകൾ കളിയാക്കും, ഓ ഷുഗർ ഈ കാരം അതായിരിക്കും എന്നുള്ളത്. പക്ഷെ നമുക്ക് ഒരു സുഖമുണ്ട്. പറഞ്ഞോളൂ, എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? പ്രത്യേക സുഖം ഇപ്പൊ എന്നിട്ട് ഇതുകൊണ്ട് ഏത് ഇങ്ങനെ എന്ത് മില്ലറ്റ് കൊണ്ട് എന്ത് ഭക്ഷണം വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മൾ അതിൽ കഴിക്കാം. മീനും ഇറച്ചിയും കഴിക്കാനും പറ്റും. എല്ലാം കഴിക്കാം, മീൻ ഇറച്ചി. എന്തൊക്കെ നമ്മൾ ആൾക്കാരായിട്ട് അത് കാണിച്ചു കൊടുത്താണ്. സുഹൃത്താണ്, ഇതാണ് കോട്ടൊക്കെ ഷൂട്ട് ചെയ്ത ആളുടെ മെച്ചം അല്ലേ? ആയിക്കോട്ടെ മാഷെ, എന്നിട്ട് പറഞ്ഞോളൂ. അപ്പൊ ഇതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാല് ഞാൻ പറയാം, പല ആളുകളും ഇപ്പൊ എന്റെ അയൽവാസിന് ഒരു സ്ത്രീയാണ്. അതാ അറിയേണ്ടത്. യൂനുസ് ഭായ് എത്ര പേർക്ക് ഇത് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്? ഞാൻ 12 ആളുകളോടെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇതിന്റെ ബിസിനസ്സോ കാര്യങ്ങളുള്ള ആളല്ല. ബിസിനസ് ഇല്ല, ഇത് ഞാൻ ഇതും പറയുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. നമ്മളൊരു സംഗതി പറയുന്നത് എനിക്കൊരു ഗുണം കിട്ടി. അപ്പൊ ജനങ്ങളിലേക്ക് അത് എത്തിക്കുക. കാരണം ഇന്ന് ഒരു വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ 2 ബോക്സാണ്. ഒന്ന് ഉമ്മാന്റെ മരുന്ന് ബോക്സ്, ഒന്ന് ഉപ്പാന്റെ മരുന്ന് ബോക്സ്. തീർച്ചയായിട്ടും ഇപ്പൊ സത്യം പറഞ്ഞാൽ വേറെ മരുന്ന് അല്ലേ? ഞാൻ അൽഹംദുലില്ലാ ഒരൊറ്റ മെഡിസിൻ എടുക്കുന്നില്ല. അതാണ് എനിക്ക് വലിയൊരു ഒരു. ഇപ്പൊ ഒരാൾ വീട്ടിലേക്ക് വിരുന്ന് പോയി കഴിഞ്ഞാൽ മരുന്ന് മറന്നു വെച്ചാൽ ഇന്നത്തെ കാലത്ത് ടെൻഷൻ അടിക്കേണ്ട ആരും. കാരണം അയൽവാസിയിൽ ചെന്നിട്ട് ഷുഗർ നയിക്കുന്ന ഗുളിക വാങ്ങാൻ ആ ലെവലിലെത്തി. ഇന്ന് ഏതൊരു വീട്ടിൽ ചെന്നാലും ഷുഗർ ചെക്ക് ചെയ്യുന്ന മെഷീന്, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്ന മെഷീന്. ഇനിയിപ്പോ ഡയാലിസിസ് സെന്ററുകൾ നമ്മളെ വീട്ടിലെത്തും കാലം കൊണ്ട്. ഇവിടെ പല സംഘടനകളും കാര്യങ്ങളും ഒക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ എന്ത് ഡയാലിസിസ് സെന്ററുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ ചിന്തിക്കേണ്ടതല്ല, ജനങ്ങളിലേക്ക് ഇവിടെ ഡയാലിസിസ് സെന്ററുകൾ കൂടുകയും പേഷ്യന്റ് കൂടുകയാണ് ചെയ്യുന്നത്. പേഷ്യന്റ് കുറയുന്നില്ല. പേഷ്യന്റ് കുറക്കാനുള്ള മാർഗമാണ് നമ്മൾ ചെയ്യേണ്ടത്. ശരിക്ക് ഈ ഷുഗർ ആണ് കിഡ്നി രോഗങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം. ഞാൻ മനസ്സിലാക്കി എന്താ വെച്ച് കഴിഞ്ഞാല്, വന്നോളി വാ. പിന്നെ അതായത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ ഈ പിന്നെന്താ പറയാ ഡയാലിസിസ് പേഷ്യന്റ് ഏറ്റവും കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നാട്ടിലാകുമ്പോ വീണ്ടും കൈ കൊടുക്കുന്നുണ്ട് ആൾക്കാരൊക്കെ. അങ്ങനെ വീഡിയോ എടുക്കുമ്പോ എന്താ സുഖല്ലേ? ഓക്കെ. അപ്പൊ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാർ പറഞ്ഞത് ഷുഗർ ആണ് മെയിൻ വില്ലൻ. ഈ കിഡ്നി ഫെയിലിയർ ആവാനുള്ള കാരണം മെയിൻ ഷുഗർ ആണെന്ന് പറയുന്നു. എത്രത്തോളം എന്താ എനിക്കറിയില്ല, ഡോക്ടർമാർ പറഞ്ഞാണ്. ഏതായാലും ഇപ്പൊ 12 പേർക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് എങ്ങനെ അവരുടെ റിസൾട്ട് എങ്ങനെയാണ്? അവരുടെ റിസൾട്ട് എന്താന്ന് വെച്ചാല്, അവരോട് ഞാൻ മരുന്ന് കഴിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള എന്താ അറിയാം, മില്ലറ്റ് കഴിക്കേണ്ടിട്ട് ഒറ്റയ്ക്ക് മരുന്ന് നിർത്തിയല്ല വേണ്ടത്. മില്ലറ്റ് കഴിക്കേണ്ട എന്ന് വെച്ചിട്ട് മരുന്ന് നിർത്തിയല്ല വേണ്ടത്. അവർ ചെയ്യേണ്ടത് വെച്ചാൽ ഈ മരുന്ന് കുടിച്ചിട്ട് അവർ ചെക്ക് ചെയ്യുമ്പോ ഒരു 150 ഒക്കെയാണ് കാണിക്കുന്നെങ്കിൽ, എന്നിട്ട് ഈ മില്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക, ഇത് കഴിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ ചെക്ക് ചെയ്യുമ്പോൾ എങ്ങനെ കുറവുണ്ട്, എന്നിട്ട് ആ ഡോക്ടറോട് പോയിട്ട് റിസൾട്ട് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഡോക്ടറെ നിർദ്ദേശപ്രകാരം നമുക്ക് മരുന്ന് ഒഴിവാക്കാൻ പറ്റും. നമ്മളൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് ചെയ്യാം. അവർക്ക് ഡോക്ടറോട് കൺസൾട്ട് ചെയ്തതിന് ചെയ്താൽ മതി, ഒറ്റയടിക്ക് നിർത്തണ്ട. അല്ല, ഇപ്പൊ ഇവിടെ മിൻസിലെ ഡോക്ടർമാരൊക്കെ എന്റെ അവിടെ ഉള്ള നാട്ടുകാരോടൊക്കെ പല ആളുകളോടും നിങ്ങൾ ചെറുധാന്യങ്ങൾ കഴിച്ചോളി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇപ്പൊ ഈ മില്ലറ്റ് ഒരുപാട് പേര് ഇപ്പൊ നമ്മുടെ പ്രദേശമൊക്കെ, എനിക്ക് തോന്നുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ ഒരു മെമ്പർ ഉണ്ട്, പേരിട്ടില്ലേ, ഒരു ലേഡി. അവര് എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. അവരൊക്കെ ഇപ്പൊ മില്ലറ്റിന്റെ പ്രചരണത്തിനും വേണ്ടിയിട്ട് ഒരുപാട് സംഭവം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഗുണങ്ങൾ ഇപ്പോഴും ആളുകൾക്ക് അറിയുന്നുള്ളൂ. ഭയങ്കര അതിനൊരു എങ്ങനെ പറയാന്നറിയോ, ഭയങ്കര റിസൾട്ടാണ് ഈ സാധനത്തിന് വരുന്നത്. അത്ര പിന്നെ എന്തൊക്കെയാ ഗുണങ്ങളുള്ളത്? ഷുഗർ കുറഞ്ഞു താങ്കൾക്ക്, പിന്നെ ഉറക്കം കൂടി. ചില ആളുകൾക്കും കിടന്നു കഴിഞ്ഞാൽ ഉറക്കി വരില്ല. ഇതിന് ഉള്ള ഗുണം എന്താന്ന് വെച്ചാല്, നമ്മള് ഒരു 10 മണിക്കാണ് കിടക്കുന്നെങ്കിൽ 10 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ അത് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ഉറക്കി വരും. ഉറക്കി വന്നിട്ട് സാധാരണ നമ്മൾ അലാറം വെച്ച് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ ഒരു മടിയാണല്ലോ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, അലാറം ഓഫാക്കി വീണ്ടും കിടക്കണം തോന്നും. എന്താ, നമ്മളെ ബോഡി ക്ഷീണാണ്, മനസ്സറിഞ്ഞാറി ഉറങ്ങണില്ല. അതുകൊണ്ടാണ്. പക്ഷെ ഇത് കഴിച്ചതിന് ശേഷം അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. കാരണം പല ആളുകളും റിപ്പോർട്ട് ചെയ്തു. ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരപ്പം ഇതിൽ വരാൻ അവന് സാധിച്ചില്ല. അവൻ മലപ്പുറത്തുള്ള ഫിറോസ് എന്ന് പറയും. അവൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, എനിക്ക് ആ പ്രശ്നം തീർന്നു പറഞ്ഞു. വളരെ സന്തോഷമായിട്ട് നമ്മള് വീഡിയോ ഇഷ്ടം പോലെ എല്ലാം മാർക്കറ്റ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഇതിപ്പോ എല്ലാവരും വീഡിയോയും കാര്യങ്ങളും റിസൾട്ട് കിട്ടി, ഇപ്പൊ സാധനം കുറച്ച് റേറ്റ് കൂട്ടി. അങ്ങനെ സംഭവം ഉണ്ടല്ലോ. ഇതിന്റെ കച്ചവടം തുടങ്ങും ആൾക്കാർ, എക്സ്പെൻസീവായി. അങ്ങനെ സംഭവം ഉണ്ട്. ഏതായാലും പിന്നെ എനിക്ക് തോന്നുന്നത് ഇന്ത്യയില് രാജസ്ഥാനില് ഷുഗർ കുറവാണ്. രാജസ്ഥാനില് എന്തോ നേരത്തെ പറഞ്ഞല്ലോ, ആരോ ഒരുമിച്ച് ഗൾഫിൽ. ഞാന് അവിടെ വർക്ക് ചെയ്യേണ്ടടുത്ത് രാജസ്ഥാനികളുണ്ട്. അപ്പൊ അവർക്കൊന്നും ഈ ഷുഗറിന്റെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ അവരെ ഫുഡ് രീതി ഒന്നും ഇങ്ങനെ അവരുടെ റൂമിലൊക്കെ പോയിട്ടും അവരോട് സംസാരിച്ചിട്ടൊക്കെ ഒന്ന് ചോദിച്ചപ്പോ, അവര് ചോറ് കഴിക്കണമെങ്കിൽ എന്തെങ്കിലും
എപ്പോഴെങ്കിലുമൊക്കെ അതും കുറച്ച് അവർ കൂടുതലും കഴിക്കുന്നത് മില്ലറ്റുകളാണ്. മില്ലറ്റാണ്. ഇപ്പൊ ഞാൻ കാണിച്ചതല്ലേ നമ്മളെ ബാജ്ര, ഇതുകൊണ്ട് റൊട്ടി, അത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവർ കഴിക്കുന്നത്. അതുപോലെ അവര് പാല് അതുപോലെ തന്നെ ഇറച്ചി കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ മറ്റേതില്ല, ചോറും മറ്റേ കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് ഇപ്പോ ഞാൻ അവിടെ സ്കൂളിലൊക്കെ ഇത് വീഡിയോ ചെയ്യുമ്പോഴേ കൂടുതൽ ലേഡീസ് ആണ് ഇതിനെ കുറിച്ച് ചോദിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാല് അവര് ഡ്രസ്സ് ചെയ്യുന്നാല് ഒരു ഭംഗി കിട്ടണില്ല. കാരണം നമ്മൾ ഈ വെല്ലി ഫാറ്റ് ഉണ്ടല്ലോ ഈ സൈഡിലെ, അത് വന്നിട്ട് അപ്പൊ അങ്ങനെ അവർ കുറെ ആളുകൾക്ക് വിളിച്ചിട്ടും അതുപോലെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും അവർക്ക് വെയിറ്റ് കുറയുന്നുണ്ട്. എക്സസൈസ് ഒന്നും ചെയ്യാതെയാണ്. എക്സസൈസ് ചെയ്യേണ്ടത് വളരെ നല്ലതാണ്. ഒരിക്കലും ഏതായാലും നമ്മള് വീഡിയോ അവസാനിപ്പിക്കാം. കറക്റ്റ് ഇൻഫർമേഷൻ ആയി. ഓക്കെ, ഏതായാലും പറ്റുന്നവർ ഇത് ഉപയോഗിക്കട്ടെ. ഡോക്ടറെ പിന്നെ കാണുന്നവർ ഒറ്റയടിക്ക് ഡോക്ടറെ പിന്നെ ഇത് കൺസൾട്ട് ചെയ്യുന്ന നിർത്തണ്ട. ഇത് അതും കൂടെ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ബോധ്യമാവും. അപ്പൊ അതിനനുസരിച്ച് ഏതായാലും വളരെ സന്തോഷം, ഒരു നല്ലൊരു ഇൻഫർമേഷൻ. പിന്നെ ഇത് സുഹൃത്താണ്, നമ്മുടെ സുഹൃത്താണ്. എന്താ പേരെന്തായിരുന്നു? ജാസിം. എന്ത് തോന്നുന്നു? എന്താണ്, ഷുഗർ ഒന്നും ഇല്ലല്ലോ? ഇല്ല, എനിക്ക് ഷുഗർ ഒന്നുമില്ല. ഷുഗർ ഇല്ല. ആള് ഇപ്പൊ നാട്ടിൽ നിന്ന് തിരിച്ചു നാട്ടിൽ വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. താടി ഒക്കെ ഫിറ്റ് ആയിക്കണം. ജാസിം എന്താണ്? ഞാന് ഗൾഫിൽ നിന്ന് ലീവിന് വന്നാണ്. ഓക്കെ, സന്തോഷം.